ചോദ്യം: ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ യോജിക്കാത്ത പ്രസ്താവന എന്നാണ് ചോദ്യം. ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇതിൽ ഉത്തരം അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്തേ. ഉത്തരം അറിയാന്നുള്ളവര്. നിങ്ങൾ ഹരിത വിപ്ലവം പഠിച്ചതാണ് പിള്ളേരെ. ഇതില് പല ആൾക്കാർക്കും ഈ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോഴേ, അതായത് ഈ ഹരിത വിപ്ലവം, ഞാൻ പറയാം, ഏതൊരു സംഭവമായാലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. ഓക്കെ, നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. ഹരിത വിപ്ലവം പൂർണ്ണമായും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല. ഒരുപാട് നെഗറ്റീവ്സ് അതിന് ഉണ്ടായിരുന്നു. ഓക്കെ, അതില് ഈ പറയുന്ന രണ്ട് നെഗറ്റീവ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ. അതായത് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചത് ശരിയായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് ശരിയായിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത, അതും ശരിയായിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ തന്നത്. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. അതും ശരിയാണ്. അതായത് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. യോജിക്കാത്ത പ്രസ്താവനയെ ചോദിച്ചിരുന്നു. അതായത് ഇതെല്ലാം യോജിക്കുന്ന പ്രസ്താവനയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ പഠിച്ചോണം. ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾ പഠിച്ചോണം. ഹരിത വിപ്ലവം, ചെറുകിട കർഷകർ വൻകിട കർഷകർ തമ്മിൽ അന്തരം വർദ്ധിച്ചു, അത് ശരിയായ പോയിന്റ് ആണ്. അതുപോലെ തന്നെ അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ശരിയാണ്. പിന്നെ അറിയാം, ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും നമുക്ക് അറിയാം, സമയം അറിയാം. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം 70 പകുതി മുതൽ 80 പകുതി വരെയാണ്. അതും ശരിയാണ്. ഇന്നലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ചിലപ്പോഴതെന്ത് ചെയ്യും, അത് ആരും ചലഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. നോർമൽ ബോലോഗ് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ചലഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല, അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇനി നമുക്ക് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ പഠിക്കാത്ത നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലൊക്കെ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാവേ. ഹരിത വിപ്ലവത്തിന്റെ പ്രധാന വിളകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗോതമ്പ്, നെല്ല്, ജോവർ, ബജ്റ, ചോളം എന്നിവയായിരുന്നു പ്രധാന വിളകൾ കേട്ടാ. പ്രധാന വിളകൾ. ഓക്കെ, അപ്പൊ ഗോതമ്പ്, നെല്ല്, ജോവർ, ബജ്റ, ചോളം എന്നിവയായിരുന്നു പ്രധാന വിളകള്. ഭക്ഷ്യേതര ധാന്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പൊ ഇത് പഠിച്ചോണം കേട്ടോ. ഇങ്ങനെയൊക്കെ വേണം പഠിച്ചോണം. ഭക്ഷ്യേതര, അതായത് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കാത്ത ധാന്യങ്ങള് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഗോതമ്പ് ഹരിത വിപ്ലവത്തിന്റെ കേന്ദ്ര ബിന്ദുവായി വർഷങ്ങളോളം നിലനിന്നു കേട്ടോ. ഗോതമ്പ് ഹരിത വിപ്ലവത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് വർഷങ്ങളോളം എന്ത് ചെയ്തു? നിലനിന്നു. നമുക്കറിയാം, ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ച ഭക്ഷ്യധാന്യം ഏതാണ്? ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ച ഭക്ഷ്യധാന്യം ഗോതമ്പാണ്. ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ച ഭക്ഷ്യധാന്യം. ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ച നാണ്യവിള ഏതാണ്? നാണ്യവിള കരിമ്പാണ് അല്ലെ? ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ച നാണ്യവിള കരിമ്പാണ്. ഓക്കെ, ഭക്ഷ്യധാന്യം ഗോതമ്പ്. ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ച ഭക്ഷ്യധാന്യം ഏതാണ് കുട്ടികളെ? ഗോതമ്പാണ്. ടോട്ടൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ച നാണ്യവിള കരിമ്പാണ്. അത് രണ്ടും ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ ഒന്നാം ഘട്ടം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചത് ഏതാണ്? ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചത് ഗോതമ്പിലാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിച്ച വിള നെല്ലാണ്. മനസ്സിലായ? അപ്പൊ ഈ മൂന്ന് ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. 4 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ഗോതമ്പിന്റെ ചോദ്യം എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചോദിക്കുന്നത് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ച വിള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിച്ച വിള ഏന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഗോതമ്പാണ്. ഗോതമ്പാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇനി ഒന്നാം ഘട്ടം എന്ന് എടുത്തു ചോദിച്ചാലും ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ഗോതമ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ വീറ്റ് റെവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഗോതമ്പായതുകൊണ്ടാണ് വീറ്റ് റെവല്യൂഷൻ എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നത്. വീറ്റ് റെവല്യൂഷൻ. ഓക്കെ, ഇനി അടുത്ത് രണ്ടാം ഘട്ടം എന്ന് എടുത്തു ചോദിച്ചാൽ ആൻസർ ഏതാണ്? രണ്ടാം ഘട്ടം എന്ന് എടുത്തു ചോദിച്ചാൽ ആൻസർ നെല്ലാണ്. ആൻസർ ഏതാണ്? നെല്ലാണ്. നാണ്യവിള ഏന്ന് ചോദിച്ചാൽ ഏതാണ്? നാണ്യവിള കരിമ്പാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം മനസ്സിലായല്ലോ വളരെ. ഏറ്റവും കൂടുതൽ ഉപയോഗം ലഭിച്ചത് ആർക്കെന്ന് കേട്ടാൽ ഗോതമ്പ്. ഒന്നാം ഘട്ടം എന്ന് ചോദിച്ചാൽ ഗോതമ്പ്. രണ്ടാം ഘട്ടം എന്ന് ചോദിച്ചാൽ നെല്ല്. നാണ്യവിള ചോദിക്കുകയാണെങ്കിൽ കരിമ്പ്. കരിമ്പ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം ഓർത്തിരിക്കുക. അടുത്ത്
ഹരിത വിപ്ലവം സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ, അതായത് ഹരിത വിപ്ലവത്തിന്റെ നെഗറ്റീവ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹരിത വിപ്ലവത്തിന്റെ നെഗറ്റീവ്സ്. ഓക്കെ, ഇത് പഠിച്ചോണം. ഈ സാധനം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റിൽ എടുത്ത് തരും. നമ്മൾ നിങ്ങൾക്ക് പലർക്കും ഈ ഒരു സംഭവം, അതായത് ഹരിത വിപ്ലവം കേൾക്കുമ്പോഴും നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രമായത് കൊണ്ടാണ് നെഗറ്റീവ് കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന സമയത്ത് അത് തെറ്റായിരിക്കാം എന്ന് തോന്നുന്നത്. മനസ്സിലായില്ലേ? അത് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾ ഈ PSCക്ക് ഹരിത വിപ്ലവം നന്നായി പഠിച്ചു തുടങ്ങുന്നവരെ നിങ്ങളുടെ മനസ്സിൽ അത് പൂർണ്ണമായും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലായിരുന്നോ? ആയിരുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾ ചോദ്യ പേപ്പറിൽ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കാണുന്ന സമയത്ത് നിങ്ങൾ ഇത് തെറ്റായിരിക്കാം എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഞാൻ പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു അത് എക്സാമിന്. ഓക്കെ, ഇവിടെ നോക്കിയോ, സമ്പന്ന കർഷകരും വൻ ഭൂ ഉടമകളുമായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ ഗുണഭോക്താക്കൾ. അതായത് സമ്പന്നരായിട്ടുള്ള കർഷകരും പിന്നെ ഒരുപാട് ഭൂമിയുള്ള ഉടമകളും അല്ലെങ്കിൽ ഒരുപാട് ഭൂമിയുള്ള ആൾക്കാരുമായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ ഗുണഭോക്താക്കൾ. കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് കുറച്ചു മാത്രമേ വർദ്ധിച്ചുള്ളൂ. അതായത് കാർഷിക മേഖലയെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് വളർച്ചാ നിരക്ക് കുറച്ച് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, വർദ്ധിച്ചിട്ടുള്ളൂ. ഗോതമ്പ് ഉൽപാദനത്തിന്റെ വർധനമായിരുന്നു പ്രധാനം. ഓക്കെ, ഗോതമ്പ് ഉൽപാദനത്തിന്റെ വർധനമായിരുന്നു പ്രധാനം. ഞാൻ വീണ്ടും പറയുന്നു, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, വീറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. വീറ്റ് റെവല്യൂഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ 3 പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. 3 പോയിന്റ്, അതായത് സമ്പന്ന കർഷകരും വൻ ഭൂ ഉടമകളുമായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ ഗുണഭോക്താക്കൾ. സെറ്റാണ്? അത് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. അടുത്ത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് കുറച്ച് മാത്രമേ വർദ്ധിച്ചുള്ളൂ. കാർഷിക മേഖല വളർച്ചാ നിരക്ക്, മൊത്തത്തിലുള്ള വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ ആ വർധനവ് വളരെ കുറച്ച് മാത്രമായിരുന്നു. ഗോതമ്പ് ഉൽപാദനത്തിന്റെ വർധനമായിരുന്നു പ്രധാനം. ഓക്കെ, അടുത്ത് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നോക്കിക്കോണേ. പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറ് ഉത്തർപ്രദേശ് മുതലായ മേഖലകൾ കാർഷികമായി അഭിവൃദ്ധിപ്പെട്ടപ്പോൾ മറ്റ് പ്രദേശങ്ങൾ പിന്നാക്കമായി തന്നെ തുടർന്നു. മനസ്സിലായി? അതായത് മൊത്തത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് മുന്നേറ്റം ഉണ്ടായെന്ന് കേട്ട് കഴിഞ്ഞാല് പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറ് ഉത്തർപ്രദേശ്. ഓക്കെ, ആയിക്കോ. പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറ് ഉത്തർപ്രദേശ്. അപ്പൊ ഈ ഭാഗങ്ങളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കാർഷികമായി അഭിവൃദ്ധി ഉണ്ടായത്. ബാക്കി പ്രദേശങ്ങൾ, മറ്റു പ്രദേശങ്ങൾ പിന്നാക്കമായി തന്നെ എന്ത് ചെയ്തു, തുടർന്നു. അടുത്ത്, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ദരിദ്ര കർഷകരെ സംഘടിപ്പിക്കുന്നതിന് ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യം ഒരുക്കി. മനസ്സിലായോ? ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ദരിദ്ര കർഷകരെ സംഘടിപ്പിക്കുന്നതിന് ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യം ഒരുക്കി. കാരണം ഇങ്ങനൊരു സംഭവം നമ്മുടെ രാജ്യം നടപ്പിലാകുന്ന സമയത്ത് അതായത് സമ്പന്നരായ കർഷകർക്കും വലിയ ജന്മിമാർക്കും മാത്രമേ അതിൽ ഉപയോഗം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുപക്ഷം എന്ത് ചെയ്തുള്ളത്, ഇടതുപക്ഷം എന്ത് ചെയ്തു, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പല ഭാഗങ്ങളിലും ദരിദ്ര കർഷകരെ സംഘടിപ്പിച്ചു. ദരിദ്ര കർഷകർ എന്ത് ചെയ്തവരെ സംഘടിപ്പിച്ചു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഈ പോയിന്റ് ഒക്കെ പഠിച്ചോണം. ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സാധനം കയറി വരും. ഓക്കെ, ഇനി അടുത്ത്, മധ്യവർഗ കർഷക സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി രാഷ്ട്രീയ സ്വാധീനമുള്ള വൻ ശക്തികളായി ഇവർ വളർന്നു. മനസ്സിലായല്ലോ? മധ്യവർഗ കർഷക സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി രാഷ്ട്രീയ സ്വാധീനമുള്ള വൻ ശക്തികളായി ഇവർ വളർന്നു. അതുപോലെയല്ല, കാർഷിക വായ്പകളുടെ അളവ് കൂടി. അതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാർഷിക വായ്പകളുടെ അളവ് കൂടി, രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചു. ഇതൊക്കെ എന്താണ് കുട്ടികളെ, ഇതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായ? അപ്പൊ അതിൽ പ്രധാനമായിട്ട് ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ മനസ്സിലാക്കിയതിന്റെ കൂടെ എക്സ്ട്രാ പോയിന്റ്സും കൂടെ ആഡ് ചെയ്ത് പഠിക്കുക. കാർഷിക വായ്പകൾ കൂടി. പിന്നെ വേറെയും ഉണ്ടോ, യന്ത്രവൽക്കരണം വന്നപ്പോൾ ഉണ്ടായ സംഭവം എന്താണ്? യന്ത്രങ്ങൾ ധാരാളമായി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, യന്ത്രങ്ങൾ ഹരിത വിപ്ലവത്തിന്. അപ്പൊ എന്താ സംഭവിച്ചേ? യന്ത്രവൽക്കരണം, തൊഴിൽ നഷ്ടമുണ്ടായി. ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടമുണ്ടായി. മനസ്സിലായി? ഞാൻ ഈ പറഞ്ഞതിന് എക്സ്ട്രാണ് പറയുന്നത്. യന്ത്രങ്ങൾ ധാരാളമായി ഉപയോഗിച്ച സമയത്ത് എന്തുണ്ടായി? തൊഴിൽ നഷ്ടം ധാരാളമായി ഉണ്ടായി. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, വായ്പകൾ, കാർഷിക വായ്പകളുടെ അളവ് കൂടി. മനസ്സിലായി? അതുപോലെ തന്നെ ഈ പറയുന്ന യന്ത്രങ്ങളുടെ ഉപയോഗം വന്നതോടുകൂടി എന്ത് ചെയ്തു? തൊഴിൽ നഷ്ടം ധാരാളമായി ഉണ്ടായി. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, രാസവളവും കീടനാശിനികളും അമിതമായി ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഇത്ര മനസ്സിലായല്ലോ. സമ്പന്ന കർഷകരും വൻ ഭൂ ഉടമകളായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ ഗുണഭോക്താക്കൾ.
കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് കുറച്ച് മാത്രമേ വർദ്ധിച്ചുള്ളൂ. ഗോതമ്പ് ഉൽപാദനത്തിന്റെ വർധനമായിരുന്നു പ്രധാനം. അടുത്ത് പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറ് ഉത്തർപ്രദേശ് മുതലായ മേഖലകൾ കാർഷികമായി അഭിവൃദ്ധിപ്പെട്ടപ്പോൾ മറ്റു പ്രദേശങ്ങൾ പിന്നാക്കമായി തന്നെ തുടർന്നു. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ദരിദ്ര കർഷകരെ സംഘടിപ്പിക്കുന്നതിന് ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യം ഒരുക്കി. അതുപോലെ മധ്യവർഗ കർഷക സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. രാഷ്ട്രീയ സ്വാധീനമുള്ള വൻ ശക്തികളായി ഇവർ എന്ത് ചെയ്തു? വളർന്നു. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ കാർഷിക വായ്പകളെ കുറിച്ച് പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക. രാസവളങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ യന്ത്രങ്ങൾ വന്നപ്പോൾ തൊഴിൽ നഷ്ടം ഉണ്ടായി എന്ന കാര്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഈ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യുക പിള്ളേരെ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ നിങ്ങൾക്ക്? കിട്ടി ഇത്രയും കാര്യങ്ങൾ? സെറ്റായി? ഓക്കെ. ഈ തരുന്നതൊക്കെ നന്നായി പഠിക്കുക കേട്ടോ. തരുന്നതൊക്കെ നന്നായി പഠിക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ആ പഠിക്കാൻ തരുന്നപ്പോൾ റാങ്ക് ഫയലിന് പുറമേയുള്ള കാര്യങ്ങൾ അതൊക്കെ നന്നായി പഠിക്കുക. ഓക്കെ, നിങ്ങൾ നന്നായി പഠിച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പാടായി തോന്നുന്നത് നിങ്ങൾ മനസ്സിലായിക്കോ. ഈ പരീക്ഷ എല്ലാവർക്കും പാടാണ്. അപ്പൊ അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് സ്കോർ ചെയ്ത് ധൈര്യമായിട്ട് എന്ത് ചെയ്യുക? ഇറങ്ങി വരിക കേട്ടോ. ഓക്കെ. അല്ല, ഇന്നലെ എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു, സാർ ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നേരത്തെ കാലമൊക്കെ എനിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ് പിള്ളേരെ, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഉണ്ടെന്ന് പറയുന്നത് ഒരു പ്ലസ് ടു ലെവൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടാണ്. അത് പ്ലസ് ടു ലെവൽ ക്വസ്റ്റ്യൻ കൊണ്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് തോന്നുകയാണെങ്കിൽ 10th ലെവൽ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഇതും നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് ഒരു കോൺഫിഡൻസ് ആയിട്ട് എടുക്കുക. അടുത്ത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി, അതായത് ന്യൂ എക്കണോമിക് പോളിസി 1991 യോജിക്കാത്ത പ്രസ്താവന ഏതെന്നാണ്? പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ആരൊക്കെ ആൻസർ ചെയ്ത് നോക്കാം? പ്രസ്താവന ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഇതിൽ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്നാമത്തെ പ്രസ്താവന, ഇതിൽ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. സുസ്ഥിരമാക്കൽ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണങ്ങൾ. അടവുശിഷ്ടത്തിന്റെ കമ്മി പരിഹരിക്കുന്നതും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതുമാണ് സുസ്ഥിരമാക്കൽ നടപടികൾ ലക്ഷ്യം വെച്ചത്. ഘടനാപരമായ പരിഷ്കാര നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഘടനാപരമായ പരിഷ്കരണ നയങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇതില് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റ്? നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികൾ, അത് തെറ്റാണല്ലേ? കാരണം ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ എന്താണ്? ദീർഘകാല നടപടികളാണ്. ദീർഘകാല നടപടികളാണ്. സുസ്ഥിരമാക്കൽ നടപടികളാണ്. സുസ്ഥിരമാക്കൽ നടപടികളാണ് എന്ത്? ഹ്രസ്വകാലം. ഓക്കെ, സുസ്ഥിരമാക്കൽ നടപടിയാണ് ഹ്രസ്വകാലം. ഘടനാപരമായിട്ടുള്ള പരിഷ്കരണ നയങ്ങൾ എന്താണ്? ദീർഘകാല നടപടികളാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ്. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അപ്പൊ അത് നമ്മൾ ഇന്നലെ പഠിച്ചതായതുകൊണ്ട് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അത് ഘടനാപരമായിട്ടുള്ള നടപടിക്രമങ്ങളും സുസ്ഥിരമാക്കൽ നടപടികളെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ നോട്ട് എടുത്ത് ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അത് നമ്മൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നയരൂപീകരണം, പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓക്കെ, ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ. ഏതാണ് ആൻസർ? നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ്. നീതി ആയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ്. ഈ നയരൂപീകരണം, പദ്ധതികളുടെ ചട്ടക്കൂട് രൂപപ്പെടുത്തൽ, അതായത് നമ്മൾ പഠിച്ചത് രാജ്യസുരക്ഷ മുൻനിർത്തി സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുക, പിന്നെ സഹകരണ ഫെഡറലിസം നടത്തുക, പിന്നെ നിരീക്ഷണവും വിലയിരുത്തലും. ഇതെല്ലാം എന്താണ്? ഇതൊക്കെ ഈ പറയുന്ന നീതി ആയോഗികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചോദിക്കണമെന്നില്ല. അത് മനസ്സിലാക്കിയിരിക്കുക. ഞാനന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പറഞ്ഞതാണ്, നമ്മൾ ഇത് ക്വസ്റ്റ്യൻ വർക്കൗട്ടൂടെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് കാര്യമെന്ന് കൃത്യമായി മനസ്സിലാവുള്ളൂ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ പഠിക്കുന്ന കാര്യം അതുപോലെ ചോദിക്കണം എന്നില്ല. നമ്മുടെ ലോജിക്ക് കൂടി യൂസ് ചെയ്യണം. ഓക്കെ, ശരി, എടുത്തോ. അപ്പൊ എന്തൊക്കെയാണ് നീതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്? ഈ പറഞ്ഞ 3 കാര്യങ്ങളും എന്താണ്? ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി വരും കേട്ടോ.
ഓക്കെ, അടുത്ത ചോദ്യം. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത്, പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് എപ്പോഴെന്നാണ് ചോദ്യം. ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. പ്രധാനമന്ത്രി ജൻധൻ യോജന എപ്പോഴാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നേ? നമ്മൾ പഠിച്ചതായത് 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് അല്ലേ? ഓക്കെ, ഈ വീഡിയോ പോയേ. ഓക്കെ, ജൻധൻ യോജന നിലവിൽ വന്നത്. ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്തിനു വേണ്ടിയിട്ടായിരുന്നാ? പ്രധാനമന്ത്രി ജൻധൻ യോജന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബാങ്ക് അക്കൗണ്ട്, അതായത് എല്ലാ ആൾക്കാർക്കും ബാങ്ക് അക്കൗണ്ട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന. ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിയ സാമ്പത്തിക പദ്ധതിയാണ് ഏത്? പ്രധാനമന്ത്രി ജൻധൻ യോജന. പ്രധാനമന്ത്രി ജൻധൻ യോജന എല്ലാ ആൾക്കാർക്കും ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അത് പഠിപ്പിച്ചാൽ പറഞ്ഞതാണ്, ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടിന്റെ പ്രത്യേകത അതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് അല്ലെ? സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. പിന്നെ എന്ത് സൗകര്യം ഉണ്ടാവും അതില്? ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ഉണ്ടാവും. എന്താണ് ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ അറിയാലോ നമുക്ക്. നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം നമുക്ക് പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഏത്? ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ഏതിലുണ്ടാവും? ഈ പറയുന്ന PMJDY, അതായത് പ്രധാനമന്ത്രി ജൻധൻ യോജനയിൽ ഉണ്ടാകും. ഓക്കെ, അത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? ഈ പദ്ധതി പ്രകാരം മുഴുവൻ ആൾക്കാർക്കും അക്കൗണ്ട് നൽകിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ് അല്ലേ? കേരളമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം എല്ലാ ആൾക്കാർക്കും അക്കൗണ്ട് ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പദ്ധതിയാണ്. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കുക. സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. പിന്നെ എന്താണ്? ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ഈ അക്കൗണ്ടിൽ ഉണ്ടാവും. ഓക്കെ, ശരി. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പദ്ധതിയും ഈ പറയുന്ന PMJDY ആണ്. PMJDY. ഓക്കെ, ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്, ഇത് നമ്മളിപ്പോ ഈ മുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം +2 ലെവൽ ചോദ്യങ്ങളാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ചോദിച്ച 10th ലെവൽ ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ബിവറേജ് എൽഡിക്ക് വന്നൊരു എക്കണോമിക്സ് ചോദ്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ശരി. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. 3 പ്രസ്താവന പറയുന്നുണ്ട്. ഈ 3 പ്രസ്താവന നിങ്ങളൊന്ന് വായിച്ചു നോക്കിയതിനു ശേഷം ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്ന് കണ്ടെത്തണം. എല്ലാവരും ഏയുടെ പിറകെ പോകുന്നത് നോക്കാം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. ശരിയാണ്. ഓക്കെ, ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. ശരിയാണോ? ശരിയാണ്. ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. അപ്പൊ അതിലാണ് പലർക്കും സംശയം വരുന്നത്. അതായത് നമ്മുടെ രാജ്യത്തേക്ക് മറ്റു രാജ്യത്തു നിന്നുള്ള സംഭവങ്ങളെ കൊണ്ടുവരുന്നതിന് നമ്മൾ ഇറക്കുമതി എന്ന് പറയുന്നത്. അപ്പൊ ഇറക്കുമതി ചെയ്യുന്നതിന് ലൈസൻസിങ് നടപടിക്രമം ഒഴിവാക്കുമോ? അത് ശരിയായ നടപടിക്രമമാണോ? അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു, നേരത്തെ ഈ ഹരിത വിപ്ലവം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുകളെല്ലാം തെറ്റാവണമെന്നില്ല. മനസ്സിലായി? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുകളെല്ലാം തെറ്റാവണമെന്നില്ല. ഇവിടെ അതെന്താണ് വളരെ ശരിയാണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വന്നെന്നും പറഞ്ഞുകൊണ്ട് അത് തെറ്റാവണമെന്നില്ല. ഇവിടെ എന്താണ്? അത് ശരിയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നേരത്തെ നിങ്ങൾ മറ്റേ കർഷകർ തമ്മിൽ അന്തരം വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തെറ്റായി തോന്നാൻ കാരണം വെച്ചാൽ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെയാണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എല്ലാം എന്തായിരിക്കും? തെറ്റായിരിക്കും എന്നാണ് ആ ഒരു സംഭവം വന്നതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ
എല്ലാം പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. പ്രസ്താവന 1, 2, 3 എല്ലാത്തിനും ലൈസൻസ് ഒഴിവാക്കിയില്ല. നമ്മളിപ്പോ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ശരി. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ് കേട്ടോ. ഓക്കെ, നോക്കിക്കോ. അതല്ലേ ഉദാരവൽക്കരണം? നമ്മളിപ്പോ അതാ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയോ, നമ്മൾ താഴോട്ട് ആദ്യം നമ്മൾ SCERT പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ NCERT പോർഷനെ കുറിച്ച് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇവിടെ ലൈസൻസ് എല്ലാം ഒഴിവാക്കിയെന്നല്ല പറയുന്നത്. ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കിയെന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. ശരി, ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾക്ക് ഇത് പഠിക്കണം. ഇപ്പൊ ഈ SCERT പോർഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മൾ NCERT പോർഷൻ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ വേറെ ഈ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ബന്ധപ്പെട്ട് നമ്മളെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം അതൊക്കെ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഞാനിത് PDF ആയിട്ട് അങ്ങ് തരും. നോട്ട് എഴുതേണ്ട ആവശ്യമില്ലടാ. ഇത് നമ്മൾ SCERT ഉള്ളതാ. SCERT പോർഷൻ ആയത്. ഓക്കെ, ഞങ്ങൾ തരും നിങ്ങൾക്ക്. ഓക്കെ, താഴോട്ടുണ്ട് എന്റെ ഇതൊക്കെ NCERT പോർഷനാണ്. ഇപ്പൊ ഇതാ പഠിക്കാൻ പോകുന്നത്, കേട്ടിരുന്നാ മതി. ഓക്കെ, നോക്കി, വളരെ എളുപ്പമാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും നമുക്ക്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഇതാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയില് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ ആശയങ്ങൾ രൂപം കൊണ്ട വർഷം 1991. ഏത് വർഷം വളരെ? 1991 ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ ആശയങ്ങൾ രൂപം കൊണ്ടത്. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം പറയുന്നത് ഉദാരവൽക്കരണമാണ്. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്ന സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് ഉദാരവൽക്കരണം. അതായത് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങളുണ്ട്, ഇല്ലേ? സാമ്പത്തിക പ്രവർത്തനങ്ങളുണ്ട്. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം സർക്കാർ പറയണം, ഞങ്ങൾ പറയും പോലെ നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാതെ, അതായത് ആ രീതിയിൽ പ്രവർത്തിക്കാതെ വേണ്ട നിയന്ത്രണങ്ങളും സ്വാധീനങ്ങളും പരിമിതപ്പെടുത്തുന്ന സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് കുട്ടികളെ ഉദാരവൽക്കരണം. എന്താണ് ഉദാരവൽക്കരണം? ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഉദാരവൽക്കരണം എന്ന് കഴിഞ്ഞാൽ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനങ്ങളും പരിമിതപ്പെടുത്തുക എന്ന സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് ഉദാരവൽക്കരണം. അതായത് ഈ സാമ്പത്തിക പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടുക, കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടും. എല്ലാത്തിനും നമുക്ക് സർക്കാരിനെ പോയി പേടിക്കേണ്ട ആവശ്യം ഇല്ലാതെ വരും. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടും. അതാണ് ഉദാരവൽക്കരണം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഉദാരവൽക്കരണ നടപടികൾക്ക് തുടങ്ങി. ഇത് നിങ്ങൾ ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടെന്ന് പറഞ്ഞ ഉടനെ പോയി 91 എഴുതരുത്. കണ്ട, ഇവിടെ ഒരു ചോദ്യം വേറെ കിടപ്പുണ്ട്. ഉദാരവൽക്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ച വർഷം 1985. അപ്പൊ ഉദാരവൽക്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ച വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1985 ഉദാരവൽക്കരണ നടപടികൾക്ക് എന്ത് ചെയ്തത്? തുടക്കം കുറിച്ചത്. ഓക്കെ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. എന്താ കുട്ടികളെ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അടുത്ത്, ഇന്ത്യയില് വിദേശ നാണയ കരുതൽ ശേഖര പ്രതിസന്ധി ഉണ്ടായ വർഷം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ വിദേശ നാണയ കരുതൽ ശേഖര പ്രതിസന്ധി ഉണ്ടായ, വിദേശ നാണയവുമായിട്ടുണ്ടായ പ്രതിസന്ധി ഉണ്ടായ വർഷം ഏതാണ്? 1991. ഓക്കെ, ഈ അടുത്ത് പറയുന്ന സാധനവും പ്രീവിയസ് ചോദ്യമാണ്. ഈ BOT. റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് BOT. വളരെ ഇത് ചോദിക്കും. ഈ ഒരു BOT നിങ്ങൾക്ക് ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ് BOT. ഓക്കെ, അതായത് നമുക്ക് റോഡും പാലവും ഒക്കെ നമുക്ക് അറിയാം. റോഡും പാലവും ഒക്കെ നിർമ്മിക്കുന്നത് സർക്കാരാണ് നേരിട്ട് നിർമ്മിക്കുന്നത്? അല്ലേ? സർക്കാർ അത് ടെൻഡർ ഇടുകയും സ്വകാര്യ വ്യക്തികൾ ആ ടെൻഡർ പിടിക്കുകയും ടെൻഡർ പിടിച്ചതിന് ശേഷം അവർ നിർമ്മിച്ചതിന് ശേഷം അവർക്ക് നിർമ്മാണത്തിന് വേണ്ടി ചിലവായ തുക ടോൾ പിരിവിലൂടെ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. മനസ്സിലായ? അപ്പൊ ആ ഒരു സമ്പ്രദായത്തിനെ പറയുന്ന പേരാണ് BOT എന്ന് പറയുന്നത്. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. മനസ്സിലായ? ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്നാണ് BOTയുടെ പൂർണ്ണരൂപം. മനസ്സിലായ എന്താണ് BOT എന്ന്? അപ്പൊ BOT ഇത്രേ ഉള്ളൂ പിള്ളേരെ. റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കും. നിർമ്മിച്ചതിന് ശേഷം മുതൽ മുടക്ക് തുക ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കും. മനസ്സിലായ? മുതൽ മുടക്ക് തുക ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കും. അതിനുശേഷം ഈ മുതൽ മുടക്ക് തുകയും അതിന്റെ ലാഭവും എല്ലാം ഈ പറയുന്ന സ്വകാര്യ സംരംഭം കിട്ടിയതിനു ശേഷം ഈ സംഭവം എന്ത് ചെയ്യും? ഈ റോഡോ പാലോ ഗവൺമെന്റിന് കൈമാറും. ഓക്കെ, അതാണ് BOT എന്ന് പറയുന്നത്. ബിൽഡ്,
ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ഓക്കെ, ആ BOT മനസ്സിലായോ? ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായല്ലോ? അതിലാർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുണ്ട്. അത് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം, വലിയ ബുദ്ധിയൊന്നും നമുക്ക് ആവശ്യം വേണ്ട. ഒരു തവണ വായിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, ശരി. അടുത്ത്, സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുന്ന സംരംഭങ്ങൾ അറിയപ്പെടുന്ന പേര്. സർക്കാരും പ്രൈവറ്റും കൂടെ ഒരുമിച്ച് ആരംഭിക്കുന്ന അതിനെ പറയുന്ന പേരാണ് പിള്ളേരെ PPP. എന്താണ് PPP? കേട്ടോ, PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അതായത് ഗവൺമെന്റും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുന്ന സംരംഭങ്ങൾ അറിയപ്പെടുന്ന പേരാണ് PPP. എന്താ PPP എന്ന് കേട്ട് കഴിഞ്ഞാല് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ഓക്കെ, കുറെ ആൾക്കാർ ഒന്നും പറയാതെ ലെഫ്റ്റ് ആവുന്നുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോഴേ പുതിയ ആൾക്ക് സംഭവങ്ങളായതുകൊണ്ട് അവർക്ക് വേണ്ട. അതാണ് കുഴപ്പം. പോട്ടെ, എന്തോ പോട്ടെ. PPPയിൽ മുതൽ മുടക്കിനനുസരിച്ച് ലാഭം പങ്കുവയ്ക്കുന്നു. അപ്പം ഞാൻ പ്രൈവറ്റ് ആണ്, നിങ്ങൾ ഗവൺമെന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാനും നിങ്ങൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രവർത്തനം ചെയ്യുന്നത്. പ്രവർത്തനം ചെയ്തതിനു ശേഷം മുതൽ മുടക്കിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ലാഭം പങ്കുവയ്ക്കുന്നത്. ഞാനാണ് കൂടുതൽ മുതൽ മുടക്കിയിട്ടുള്ളതെങ്കിൽ എനിക്ക് കൂടുതൽ ലാഭം കിട്ടും. നിങ്ങൾ ഗവൺമെന്റ് ആണ് കൂടുതൽ മുടക്കിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടും. ഓക്കെ, കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ഒരു PPPക്ക് ഉദാഹരണമാണ്. മനസ്സിലായോ? കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ഒരു PPPക്ക് ഉദാഹരണമാണ്. അതായത് പബ്ലിക്കും പ്രൈവറ്റും ചേർന്നുണ്ടാക്കിയ ഒരു വിമാനത്താവളമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. അപ്പൊ അതൊരു PPPക്ക് ഉദാഹരണമാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ പരീക്ഷയിൽ കാണുന്നത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ഒരു PPP ആണെന്ന്. ഓക്കെ, ഞങ്ങൾ PPP നല്ലത് പറഞ്ഞോടെ തെറ്റെന്ന് എഴുതി കേട്ടോ. നമുക്ക് ആതന്ത്ര്യം നമ്മൾ ഈ PP എന്നൊക്കെ പറഞ്ഞ ഇത്തിരി കോമഡി ആണല്ലേ? ഷിജു PP എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ കോമഡിക്കാരന്മാരല്ല കോമഡിയാക്കി വെച്ചിരിക്കുന്ന. അപ്പൊ PPP എന്ന് വെച്ചാൽ ഇതാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നാണ് PPPയുടെ പൂർണ്ണരൂപം. അടുത്ത്, രാജ്യത്തിന്റെ അപ്പൊ അതത്രയും മനസ്സിലായല്ലോ പിള്ളേരെ. അതായത് നമ്മൾ ഇവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഈ ഉദാരവൽക്കരണം തുടങ്ങി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സെറ്റല്ലേ നിങ്ങൾക്ക്? എന്താണ് ഉദാരവൽക്കരണം എന്ന് മനസ്സിലായി. ഉദാരവൽക്കരണ നടപടിയുടെ തുടക്കം കുറിച്ച വർഷം മനസ്സിലായി. 1985 പിന്നെ നമ്മൾ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, ഇന്ത്യയിലെ വിദേശ നാണയ കരുതൽ ശേഖര പ്രതിസന്ധി ഉണ്ടായ വർഷം. ഏകദേശം 1991. റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കുകയും ചെയ്യും. പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ബോട്ട്. ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. അപ്പൊ നിങ്ങൾ ഇന്ന് എന്തായാലും ബോട്ടും പഠിച്ചിട്ടുണ്ട്, PPPയും പഠിച്ചിട്ടുണ്ട്. PPPയും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്നാണ് ബോട്ടിന്റെ പൂർണ്ണരൂപം. സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുന്ന സംരംഭങ്ങൾ അറിയപ്പെടുന്ന പേരാണ് PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നാണ് പേര്. PPPയിൽ മുതൽ മുടക്കിനനുസരിച്ച് ലാഭം പങ്കുവയ്ക്കുന്നു. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ഒരു PPPക്ക് ഉദാഹരണമാണ്. ഇനി അടുത്ത എന്താണ് ആഗോളവൽക്കരണം എന്ന് പറയാൻ പോണത്. ആഗോളം എന്ന് വെച്ചാൽ ലോകം മുഴുവൻ എന്നുള്ള അർത്ഥത്തിലാണ് ആഗോളം എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവും അറിയപ്പെടുന്ന പേരാണ് ആഗോളവൽക്കരണം. ഓക്കെ, അതായത് രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം. അതായത് നമ്മുടെ രാജ്യത്ത് മറ്റൊരു രാജ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൂലധന നിക്ഷേപം നടത്തുന്നുണ്ട്. നമ്മൾ മറ്റു രാജ്യങ്ങളിൽ മൂലധന നിക്ഷേപം നടത്തുന്നുണ്ട്. തൊഴിലാളികളുടെ ഒഴുക്ക്, പുറം രാജ്യത്തുള്ള ആൾക്കാര് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നു, ഇന്ത്യയിലുള്ള ആൾക്കാര് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്നു. അടുത്ത്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം. നമ്മുടെ സാങ്കേതിക വിദ്യ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നു, മറ്റുള്ളവരുടെ സാങ്കേതിക വിദ്യ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. ഉദാഹരണം നമ്മൾ പഠിച്ചില്ലേ? റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആരംഭിച്ചു, കാനഡ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആരംഭിച്ചു, ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആരംഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു കേട്ടില്ലേ പിള്ളേരെ? അപ്പൊ അതൊക്കെ വരുന്നത് ഏതിലാ വരുന്നേ? അതൊക്കെ വരുന്നത് ആഗോളവൽക്കരണത്തിലാണ്. ആഗോളവൽക്കരണത്തിലാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് ഇത് സെയിം തന്നെയാണ്. നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും മറ്റു രാജ്യത്തിന് കൈമാറുന്നു,
മറ്റു രാജ്യത്തിന്റെ സാധനങ്ങളും സേവനങ്ങളും നമ്മൾ സ്വീകരിക്കുന്നു. അതാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ ഇതുമൂലം പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവും അറിയപ്പെടുന്ന പേരാണ് പിള്ളേരെ ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം. അപ്പൊ ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായ? ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി? എന്താണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഇടപെടലുകളും നിയന്ത്രണങ്ങളും പരിമിതപ്പെടുത്തുക. അതാണ് ഉദാരവൽക്കരണം. ഈ ആഗോളവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മുടെ രാജ്യത്തെ തുറന്നു കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ തുറന്നു കൊടുക്കുക എന്ന് വെച്ചാൽ മുഴുവൻ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാനും നമ്മുടെ രാജ്യത്തിന്റെ പദ്ധതികളും മറ്റോ അപ്പുറത്ത് പ്രവർത്തിക്കാനും ആ രീതിയിൽ ഉള്ളതാണ് എന്ത് പറയുന്ന കുട്ടികളെ ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലായോ? ആഗോളവൽക്കരണം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം ആർക്കെങ്കിലും? വേണ്ടല്ലോ. ഓക്കെ ആയി. ചിലപ്പോഴ് ഈ ഒരു സാധനം തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കും. മനസ്സിലായ? ഇതെടുത്ത് ഇത് കട്ട് ചെയ്ത് അതുപോലെ പേസ്റ്റ് ചെയ്ത് ചോദിക്കും. മനസ്സിലായ? ഇതെടുത്ത് ഇങ്ങോട്ട് ചോദിക്കും. ആ താഴെ പറയുന്നത് എന്താണ്? ഓപ്ഷനിൽ സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, കമ്പോളവൽക്കരണം അങ്ങനെ കിടക്കും. മനസ്സിലായ? ഓക്കെ, ശരി. അടുത്ത് സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നവ ഉദാരവൽക്കരണം. ഉദാരവൽക്കരണത്തിൽ നമ്മൾ പറഞ്ഞത് സർക്കാർ നിയന്ത്രണങ്ങൾ പരിമിതപ്പെടുത്തുക എന്നാണ്. സർക്കാർ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക പിള്ളേരെ? പരിമിതപ്പെടുത്തുക. ഇവിടെ എന്താ പറയുന്നത്? സമ്പൂർണമായി നിരാകരിക്കുക. പൂർണ്ണമായി ഇല്ലാതാക്കുക. സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളാണ് നവ ഉദാരവൽക്കരണം. എന്താ കുട്ടികളെ? നവ ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ശരി. അടുത്ത്, ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ, ഭൂമി, ഓഹരികൾ, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നത് അറിയപ്പെടുന്ന പേരാണ് വിദേശ മൂലധന നിക്ഷേപം. ഓക്കെ. ഒരു രാജ്യത്തെ മൂലധനം, നമ്മുടെ രാജ്യത്തിന്റെ മൂലധനം നമ്മൾ മറ്റൊരു രാജ്യത്തെ കമ്പനികളിലോ ഭൂമിയിലോ ഓഹരികളിലോ ബോണ്ടുകളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിനറിയപ്പെടുന്ന പേരാണ് വിദേശ മൂലധന നിക്ഷേപം. എന്താ പിള്ളേരെ? വിദേശ മൂലധന നിക്ഷേപം. അപ്പൊ ആ വിദേശ മൂലധന നിക്ഷേപം എന്ന് മനസ്സിലായ? ഒരു രാജ്യം, നമ്മുടെ രാജ്യത്തിന്റെ മൂലധനം നമ്മൾ വേറൊരു രാജ്യത്ത് പോയിട്ട് അവിടെ നിക്ഷേപിക്കുന്നു. അതത്രേ ഉള്ളൂ വിദേശ മൂലധന നിക്ഷേപം. ഓക്കെ. അടുത്ത് ലോക വ്യാപാര സംഘടനയെ കുറിച്ച് പറയുന്നുണ്ട്. ലോക വ്യാപാര സംഘടനയെ കുറിച്ച് പറയുന്നുണ്ട്. ലോക വ്യാപാര സംഘടന നിലവിലുന്ന വർഷം 1995 ജനുവരി 1. 1995 ജനുവരി 1. കഴിഞ്ഞ LDCയുടെ ചോദ്യമാണ്. കഴിഞ്ഞ 2021 LDCയുടെ ചോദ്യമാണത്. ഓക്കെ. ആ ലോക വ്യാപാര സംഘടന ഇതൊക്കെ SCERT എടുത്ത് അതുപോലെ ഇടുന്ന സാധനങ്ങളാണത്. SCERT 9ാം ക്ലാസ്സിലുള്ള സാധനമാണ്. ഇതുപോലെ എടുത്ത് അവിടെ കൊണ്ട് വെക്കുന്നതാണ്. മനസ്സിലായ? ഓക്കെ. അപ്പൊ 1995 ജനുവരി 1 എന്ത് നിലയിൽ വന്ന കുട്ടികളെ? ഈ പറയുന്ന ലോക വ്യാപാര സംഘടന നിലയിൽ വന്നത്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ജനീവയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഈ ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി ആരാണെന്നറിയാമോ? ലോക വ്യാപാര സംഘടന മുൻഗാമി ലോക വ്യാപാര സംഘടന മുൻഗാമി, അതും ഒരു ചോദ്യമാണ്. ലോക വ്യാപാര സംഘടന മുൻഗാമി എന്നറിയപ്പെടുന്നത് GATT ആണ്. GATT GATT. GATT എന്താ? GATT ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ്സ് ആൻഡ് ടാരിഫ് അല്ലേ? ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ്സ് ആൻഡ് ടാരിഫ്. ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ്സ് ആൻഡ് ടാരിഫ് എന്നാണ് GATTന്റെ പൂർണ്ണരൂപം. ഈ GATT എപ്പോഴാണ് സൈൻ ചെയ്തത് അല്ലെങ്കിൽ അംഗീകരിച്ചത് എപ്പോഴെന്നറിയോ? പിള്ളേരെ GATT അംഗീകരിച്ചത് നിങ്ങൾ 48 പറയല്ലേ? GATT നിലവിൽ വന്നതാണ് ഏത്? 48. GATT അംഗീകരിച്ചത് 1947 ഒക്ടോബർ 30 ഒക്ടോബർ 30 എന്ത് ചെയ്തത്? GATT അംഗീകരിച്ചത്. ഓക്കെ. ഇനി GATT നിലവിൽ വന്ന എപ്പോഴാണ് കേട്ടുകഴിഞ്ഞപ്പോഴാ? എപ്പോഴാണ് നിലവിൽ വന്നേ? നിലവിൽ വന്നതാണ് 48. GATT കരാറ് നിലവിൽ വന്നതാണ് 48 ജനുവരി 1. മനസ്സിലായ? GATT കരാറ് നിലവിൽ വന്നതാണ് 48 ജനുവരി 1. ഓക്കെ. അപ്പൊ GATT അംഗീകരിച്ചത് 47 ജനുവരി 30. GATT അംഗീകരിച്ചത് 47 ജനുവരി 30. GATT നിലവിൽ വന്നത് 48 ജനുവരി 1 കേട്ടോ. ഓക്കെ. ഈ കണക്ക് തെറ്റാണ്, ഇപ്പൊ മാറിയിട്ടുണ്ട്. നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗ്രൂപ്പിൽ. ഓക്കെ. അടുത്ത് ലോക ബാങ്ക് അന്താരാഷ്ട്ര നാണയനിധി. ഇത് വളരെ എളുപ്പമുണ്ടാവും. ലോക ബാങ്ക് അന്താരാഷ്ട്ര നാണയനിധി.
ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വരാൻ കാരണമായ സമ്മേളനമാണ് 1944 ബ്രിട്ടൻ വുഡ്സ് സമ്മേളനം. 1944 ബ്രിട്ടൻ വുഡ്സ് സമ്മേളനം. അപ്പൊ അതിനെ നമ്മൾ ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്ന് പറയും. എന്ത് പറയും പിള്ളേരെ? ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്ന് പറയും. ഓക്കെ, അതാ ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധി. ഓക്കെ, എന്തെന്നറിയപ്പെടുന്നു? ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ. ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നതാണ് ഏത് പിള്ളേരെ? ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും. ഓക്കെ, അപ്പോഴേ ഇത് 1944 ഈ ബ്രിട്ടൻ വുഡ് സമ്മേളനം നടന്നത്. സമ്മേളനം നടന്നത് അമേരിക്കയിലാണ്. അപ്പൊ ലോക ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് IBRD നമ്മൾ പഠിച്ചിട്ടില്ലേ? IBRD എന്താ? IBRD പൂർണ്ണരൂപം? IBRD പൂർണ്ണരൂപം എന്താ? IBRD ഇന്റർനാഷണൽ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ ബാക്കി എന്റെ റൂറൽ. എനിക്കറിയാം നീയൊക്കെ റൂറലിന്റെ പിറകെ പോവും. ഈ RD എന്ന് കണ്ടു കഴിഞ്ഞാൽ റൂറൽ ഡെവലപ്മെന്റ് പിറകെ പോവരുത്. മനസ്സിലായി? കുറെ RD കണ്ടു കഴിഞ്ഞാൽ റൂറൽ ഡെവലപ്മെന്റ്. എന്ത് എളുപ്പമുള്ള ചോദ്യം. ഓക്കെ, വളരെ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് കേട്ടോ. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് IBRDയുടെ പൂർണ്ണരൂപം. IBRDയുടെ പൂർണ്ണരൂപം ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് IBRDയുടെ പൂർണ്ണരൂപം. IBRDയുടെ പൂർണ്ണരൂപം. ഓക്കെ, മനസ്സിലായ? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അടുത്ത് ലോക ബാങ്ക് ഈ അന്താരാഷ്ട്ര നാണയനിധിയുടെ പൂർണ്ണരൂപം എന്താ? അതായത് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? അന്താരാഷ്ട്ര നാണയനിധിയുടെ IMF എന്ന് പറയും കേട്ടോ. IMF. ഈ IMF എന്താണെന്ന് അറിയാമോ? IMF പൂർണ്ണരൂപം IMF എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. എന്താ IMF? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് IMF. IMFന്റെ പൂർണ്ണരൂപമാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും രൂപം കൊള്ളാൻ കാരണമായ സമ്മേളനമാണ് 1944 ബ്രിട്ടൻ വുഡ്സ് സമ്മേളനം. 1944 ബ്രിട്ടൻ വുഡ്സ് സമ്മേളനം. അപ്പൊ ഈ ബ്രിട്ടൻ വുഡ്സ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ് പിള്ളേരെ? ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയുമാണ്. ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി നൽകുന്നതാണ് ഏത്? പേറ്റന്റ്. എന്താണ് പേറ്റന്റ്? അതായത് ഞാനൊരു പുതിയ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചു, ഞാനൊരു പുതിയ ഉൽപ്പന്നം കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഉൽപാദന രീതി കണ്ടുപിടിച്ചു. അപ്പൊ അത് കണ്ടുപിടിച്ച് എനിക്ക് കുറച്ചു കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലത്തേക്ക് ഈ അവകാശം എനിക്ക് മാത്രമായിരിക്കും. മനസ്സിലായ? ക്ലിയർ ആണ്? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ബ്രഷ് കൈ കൊണ്ടല്ലേ പല്ല് തേക്കുന്നത്. നമുക്കിനി പല്ല് തേച്ചിടണ സ്വന്തം നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പല്ല് തേച്ചിടേണ്ട മെഷീൻ ഞാൻ കണ്ടുപിടിച്ചത് വിചാരിക്കുക. മനസ്സിലായ? അങ്ങനെ ആലോചിച്ചാൽ ഒരു മെഷീൻ ഞാൻ കണ്ടുപിടിച്ചത് വിചാരിക്കുക. അപ്പൊ ആ മെഷീൻ നിർമ്മിക്കാനുള്ള അധികാരം നിശ്ചിത കാലത്തേക്ക് ആർക്ക് മാത്രമായിരിക്കും? എനിക്ക് മാത്രമായിരിക്കും. അപ്പൊ അതിനെ പറയുന്ന പേരാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. മനസ്സിലായ? പേറ്റന്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞെങ്കിൽ നല്ലൊരു ആശയമാണല്ലേ അത്? കണ്ടുപിടിച്ച് കാണൂടാ, ആരെങ്കിലും കണ്ടുപിടിച്ച് കാണും. വലിയ പാടില്ലാതെ പല്ല് തേപ്പൊക്കെ നടക്കും. ഓക്കെ, ഞാൻ പല്ല് തേക്കുന്ന മെഷീൻ കണ്ടുപിടിക്കാം. നിനക്ക് കാണും. ഓക്കെ, അപ്പൊ അതിനെ പറയുന്ന പേരാണ് പേറ്റന്റ്. അതിനെ പറയുന്ന പേരാണ് പേറ്റന്റ്. അടുത്ത്, ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അറിയപ്പെടുന്ന പേരാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. എന്താണ്? ബഹുരാഷ്ട്ര കമ്പനികൾ. ഓക്കെ, അതായത് നമ്മൾ ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ട് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അറിയപ്പെടുന്ന പേരാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. ഓക്കെ, ശരി. അടുത്ത് നമുക്ക് നോക്കേണ്ടത് കമ്പോളവൽക്കരണം എന്താണെന്ന് നോക്കാമേ. കമ്പോളവൽക്കരണത്തിന്റെ ആവിർഭാവത്തിന് ഇടയാക്കിയ ആശയമാണ് നവ ഉദാരവൽക്കരണം. എന്താണ് നമ്മൾ പറയുന്നത്? നവ ഉദാരവൽക്കരണം എന്തായിരുന്നു? നവ ഉദാരവൽക്കരണം അതായത് ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നിരാകരിക്കുന്ന സാമ്പത്തിക ആശയങ്ങളാണ് എന്ന് പറയുന്നത് നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഉദാരവൽക്കരണം എന്ന് വെച്ചാൽ നിയന്ത്രണങ്ങൾ പരിമിതപ്പെടുത്തുക. മനസ്സിലായോ? ഉദാരവൽക്കരണം എന്ന് വെച്ചാൽ നിയന്ത്രണങ്ങൾ പരിമിതപ്പെടുത്തുക. നവ ഉദാരവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പൂർണ്ണമായും നിരാകരിക്കുക. അപ്പൊ
നവ ഉദാരവൽക്കരണത്തിൽ നിന്നുണ്ടായതാണ് ഏത്? കമ്പോളവൽക്കരണം. ഏതുപോലെ കമ്പോളവൽക്കരണം. നവ ഉദാരവൽക്കരണത്തിൽ നിന്നുണ്ടായതാണ് ഏത്? കമ്പോളവൽക്കരണം. എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ കമ്പോളത്തിലെ ലഭ്യമാകൂ എന്ന പ്രവണതയാണ് കമ്പോളവൽക്കരണം. അത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം എവിടെ ലഭ്യമാണ്? നമുക്ക് ആവശ്യമുള്ളതെല്ലാം എവിടെ ലഭ്യമാണ് പിള്ളേരെ? കമ്പോളത്തിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ എവിടെ മാത്രമേ ലഭ്യമാകൂ? കമ്പോളത്തിൽ മാത്രമേ ലഭ്യമാകൂ. അപ്പൊ ആ ആശയമാണ് കമ്പോളവൽക്കരണം. ക്ലിയർ ആണ്? നമുക്ക് ആവശ്യമുള്ളതെല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ കമ്പോളത്തിൽ മാത്രമേ ലഭ്യമാകൂ എന്ന ആശയമാണ് കമ്പോളവൽക്കരണം. ഓക്കെ, അതായത് നമുക്കിപ്പോ ഐഫോൺ നമുക്ക് ആപ്പിളിൽ നിന്ന് ലഭ്യമാണ്. ആപ്പിളിൽ നിന്ന് മാത്രമല്ലേ നമുക്ക് ഐഫോൺ ലഭ്യമാകൂ? ആ രീതി ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ശരി. കമ്പോളവൽക്കരണത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? ലാഭം. കമ്പോളവൽക്കരണത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ് കുട്ടികളെ? ലാഭമാണ്, ലാഭം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു SCERT പോർഷൻ പഠിക്കാനുള്ളത്. അതായത് ഇവിടെ തൊട്ട്, അതായത് ഈ പറയുന്ന ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ആ പറയുന്നതില് നമ്മൾ ഉദാരവൽക്കരണം എന്താണെന്ന് പഠിച്ചു. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ പറഞ്ഞ ഈ പറയുന്ന BOTയും PPPയും പഠിച്ചു. പിന്നെ ഇവിടെ ആഗോളവൽക്കരണം എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു. നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ നവ ഉദാരവൽക്കരണം എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ വിദേശ മൂലധന നിക്ഷേപം മനസ്സിലായല്ലോ. വിദേശ മൂലധന നിക്ഷേപം ഇതുപോലെ എടുത്തിടും, ഇതുപോലെ ചോദ്യം എടുത്തിടും കേട്ടോ. വേറെ ഡൗട്ടൊന്നും വേണ്ട. നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. ഇങ്ങനെ ഈ എക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് അറിയാം വളരെ? നമുക്ക് കാണാപ്പാടം പഠിക്കണ്ട. കാണാപ്പാടം നമുക്ക് എന്തിനാ പഠിക്കണ്ട. നമുക്ക് സംഭവം മനസ്സിലാക്കിയാൽ നമുക്കത് കിട്ടും പിന്നീട്. ഓക്കെ, ഇന്നലത്തെ ക്വസ്റ്റ്യനിലൊക്കെ മറ്റേ GDP ഒക്കെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനാ. അതൊക്കെ എഴുതിയത് നിങ്ങള്? GDP ഒക്കെ GDP ഒക്കെ എഴുതിയ GDP ഒക്കെ ഓക്കെ. അതാണ് ചോദ്യം കാണുമ്പോൾ അയ്യോ ഇതെന്ത് സാധനം നമുക്ക് തോന്നും. ഓക്കെ, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. നമുക്കത് പഠിച്ച് എഴുതാൻ പറ്റുന്ന സാധനങ്ങളാ. SCERT റിവിഷൻ നമ്മൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരുവിധം നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മളെ റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടത് കിട്ടിയായിരുന്നു. അത് റഷ്യൻ വിപ്ലവം. ഓക്കെ, ഓക്കെ. പിന്നെ മറ്റേ രാജവംശം, അതൊക്കെ ഞാൻ മുമ്പെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാജവംശങ്ങള്, സംഘകാല രാജവംശങ്ങള്. ചോള, ചേര, പാണ്ഡ്യ, പല്ലവ. ഓക്കെ, ഓക്കെ, ശരി. നമുക്ക് സിനിമയിൽ എടുത്താ. സിനിമയിൽ ഓക്കെ, എവിടെന്നെങ്കിലൊക്കെ ഒപ്പിച്ചെടുക്കുക. സിനിമ കണ്ടോണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായില്ലേ? അതിന് സെക്കൻഡ് പാർട്ടെന്ന് പറഞ്ഞാൽ ഉറങ്ങി ചത്ത സിനിമ സെക്കൻഡ് പാർട്ട്. ശരി, അതിന് നമുക്ക് സ്വകാര്യവൽക്കരണം നോക്കാം. സ്വകാര്യവൽക്കരണം പിള്ളേരെ, സ്വകാര്യവൽക്കരണം നോക്കാം. സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നുമില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക. ഓക്കെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക. ഇപ്പൊ നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ പല കമ്പനികളും പല സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ചപ്പോഴും പറഞ്ഞ നിർമ്മലാ സീതാരാമൻ വിറ്റുതുലയ്ക്കുന്നു, നിർമ്മലാ സീതാരാമൻ വിറ്റുതുലയ്ക്കുന്നു ഒക്കെ പറഞ്ഞിട്ട് വിവാദങ്ങളായില്ലേടാ? ഓക്കെ, അപ്പൊ അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഈ പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ടാണ്. ഇതിൽ പ്രശ്നം എന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? ഇതിൽ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രൈവറ്റൈസേഷൻ വരുന്ന സമയത്ത്, അതായത് ഈ സ്വകാര്യവൽക്കരണം വരുന്ന സമയത്ത് ഈ സ്വകാര്യവൽക്കരണത്തിലേക്ക് വരുന്ന കമ്പനികൾ സ്ഥിരം ഒരേ ആൾക്കാരാവണമാണ് പ്രശ്നം. മനസ്സിലായോ? സ്ഥിരം ഒരേ ആൾക്കാർക്ക് തന്നെ ഇത് പോകുമ്പോൾ, അദാനി അംബാനി എന്ന് പറഞ്ഞിട്ട് സ്ഥിരം ഒരേ ആൾക്കാർക്ക് പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത് അവിടെ. ഓക്കെ, സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ഒരു രാജ്യത്തിന് മോശമായിട്ടുള്ള കാര്യമല്ല. പിന്നെ എന്തുകൊണ്ട് ഇവിടെ സ്വകാര്യവൽക്കരണം വരുമ്പോൾ ജനങ്ങൾ അതിന് പ്രതിഷേധിക്കുന്നു കേട്ട് കഴിഞ്ഞാൽ സ്ഥിരം ഒരേ ആൾക്കാർക്ക് തന്നെ ഈ സ്ഥാപനങ്ങളുടെ ഇത് പോകുന്നതാണ് ഒരു വിഷയം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതും പഠിച്ചിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖല ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, അതിന്റെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക എന്നതാണ് എന്തുദ്ദേശിക്കുന്നത്? സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത്, ഗവൺമെന്റ് കമ്പനികളെ സ്വകാര്യ കമ്പനികളായി മാറ്റുന്നത് പ്രധാനമായും രണ്ട് രീതിയിലാണ് കേട്ടോ. ഗവൺമെന്റ് കമ്പനികളെ സ്വകാര്യ കമ്പനികളായി മാറ്റുന്നത് പ്രധാനമായും രണ്ട് രീതിയിലാണ്. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറും. മനസ്സിലായോ? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം
എല്ലാവരിലും ഗുണം ലഭിക്കില്ലല്ലോ സർ. മനസ്സിലായില്ല എന്താ സർ ഉദ്ദേശിച്ചേ? പോയാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർമ്മാണ ചുമതല എന്നിവയിൽ നിന്ന് ആര് പിന്മാറും? ഗവൺമെന്റ് പിൻവാങ്ങും. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കും. മനസ്സിലായി? ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് എന്ത് ചെയ്യും? വിൽക്കും. അപ്പൊ ഈ രണ്ട് രീതിയിലാണ് ഗവൺമെന്റ് കമ്പനികളെ സ്വകാര്യ കമ്പനികളാക്കി മാറ്റുന്നത്. മനസ്സിലായല്ലോ? ഈ രണ്ട് രീതിയിലാണ് ഗവൺമെന്റ് കമ്പനികളെ സ്വകാര്യ കമ്പനികളാക്കി മാറ്റുന്നത്. അത് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിന് പറയുന്ന പേരാണ് മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം. എന്താ വളരെ മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിന് പറയുന്ന പേരാണ് മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം. മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം. ഓക്കെ, അടുത്ത്, സ്വകാര്യവൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. സാമ്പത്തിക അച്ചടക്കവും ആധുനികവൽക്കരണവും കൊണ്ടുവരിക. ഇപ്പൊ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ കീഴിലാണെങ്കിൽ ഈ പറയുന്ന സാമ്പത്തിക അച്ചടക്കവും ആധുനികവൽക്കരണവും പെട്ടെന്ന് നടക്കത്തില്ല. പ്രൈവറ്റ് കമ്പനികളാകുമ്പോൾ അവർക്ക് അവരുടേതായ മാനേജ്മെന്റിന്റെ ഇഷ്ടത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് സ്വകാര്യവൽക്കരണം കൊണ്ട് സാമ്പത്തിക അച്ചടക്കവും ആധുനികവൽക്കരണവും കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ സ്വകാര്യ മൂലധനം, മികച്ച മാനേജ്മെന്റ് എന്നിവയെ പൊതുമേഖലയുടെ വികസനത്തിന് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുക. സ്വകാര്യ മൂലധനം, മികച്ച മാനേജ്മെന്റ് എന്നിവ പൊതുമേഖലയുടെ വികസനത്തിന് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുക. അതായത് സ്വകാര്യവൽക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗവൺമെന്റിന് അവിടെ നിയന്ത്രണമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ വീണ്ടും നിങ്ങളെ ഗവൺമെന്റ്, ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനി വിചാരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു സ്ഥാപനം നോക്കി നടത്താൻ എന്നെ നിങ്ങൾ ഏൽപ്പിക്കുകയാണ്. മനസ്സിലായ? അപ്പോഴ് ഞാൻ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? എനിക്കൊരു സ്വകാര്യ മൂലധനം ഉണ്ടാവും, എനിക്കൊരു മികച്ച മാനേജ്മെന്റ് ഉണ്ടാവും. മനസ്സിലായ? ഒരു മാനേജ്മെന്റ് എനിക്ക് നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്കൊരു നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടാവും, നല്ലൊരു ടീം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഗവൺമെന്റ് നിങ്ങൾക്ക് എന്റെ മൂലധനവും എന്റെ ഈ മാനേജ്മെന്റിനെയും ഉപയോഗിച്ചുകൂടെ? അതായത് രാജ്യത്തിന്റെ വികസനത്തെ ഉപയോഗിച്ചുകൂടെ പിള്ളേരെ? ഉപയോഗിക്കാം. അപ്പൊ അതും സ്വകാര്യവൽക്കരണത്തിന്റെ ഒരു ഗുണമാണ്. മനസ്സിലായോ? സ്വകാര്യവൽക്കരണത്തിന്റെ ഒരു ഗുണമാണ്. ഓക്കെ, അടുത്ത്, രാജ്യത്തിന് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് രാജ്യത്തേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ. എന്താണ് സഹായമാകുന്നുണ്ട്? നിങ്ങൾക്ക് അറിയോ ഇല്ലെന്ന് അറിയത്തില്ല, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തില് വിദേശ നിക്ഷേപം വരുന്നതിനേക്കാൾ കൂടുതൽ പ്രൈവറ്റ് കമ്പനികളിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് വിദേശ നിക്ഷേപം വരും. മനസ്സിലായ? കാരണം ഗവൺമെന്റ് എപ്പോ വേണോ മാറി വരാം. ഗവൺമെന്റ് എപ്പോ വേണോ മാറാം, ഗവൺമെന്റ് എപ്പോ വേണോ വീഴാം. അപ്പൊ ഗവൺമെന്റിനെ വിശ്വസിച്ച് വിദേശ നിക്ഷേപം വരത്തില്ല. പക്ഷെ പ്രൈവറ്റ് കമ്പനികളെ വിശ്വസിച്ച് എന്ത് ചെയ്യും? ഇതിന്റെ നിക്ഷേപം വരും. അപ്പോഴ് രാജ്യത്തേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനും സ്വകാര്യവൽക്കരണം എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ സ്വകാര്യവൽക്കരണം എന്താണെന്ന്? മനസ്സിലായി? ഓക്കെ, അപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക എന്നതാണ് സ്വകാര്യവൽക്കരണം. ഗവൺമെന്റ് കമ്പനികളെ സ്വകാര്യ കമ്പനികളാക്കി മാറ്റുന്നത് പ്രധാനമായും രണ്ട് രീതിയിലാണ്. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം നിർവഹണ ചുമതലയിൽ നിന്ന് ഗവൺമെന്റ് എന്ത് ചെയ്യും? പിൻവാങ്ങിയിട്ട് അവിടെ സ്വകാര്യ വ്യക്തികളെ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കും. രണ്ട്, പൂർണ്ണമായി എന്ത് ചെയ്യും? പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ കമ്പനി മേഖലയ്ക്ക് വിൽക്കും. പൂർണ്ണമായി എന്ത് ചെയ്യും? പിള്ളേരെ വിൽക്കും. ഓക്കെ, അടുത്ത്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിന് പറയുന്ന പേരാണ് മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം. മൂലധന നിക്ഷേപ നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ SCRT പോർഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പഠിച്ച ഓർമ്മയില്ലേ? ഇവിടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് താഴെപ്പുണ്ട്. ഓക്കെ, താഴെപ്പുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഈ പഠിക്കുന്ന എത്രാം ക്ലാസ് നിങ്ങൾക്ക് അറിയോ? എത്രാം ക്ലാസ്സിൽ നോട്ടാണ് പഠിക്കുന്ന അറിയോ നമ്മള്? എത്രാം ക്ലാസ്സാ? ഈ പഠിക്കുന്നത് 9ാം ക്ലാസ്സും ഈ താഴെ പഠിക്കുന്നത് +1 ആണ്. ഈ പഠിക്കുന്ന +1 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ +1 ടോപ്പിക്കാണ് ഈ പഠിക്കുന്നത് നമ്മള്. ഓക്കെ, ശരി. അപ്പൊ അതത്ര നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത്
സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് മുമ്പും പിമ്പും അതായത് ഉണ്ടായ മാറ്റങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശമായി പിന്നെ ബാക്കി നമ്മൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ സമയമില്ല. പാലുൽപാദനത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളതായത് ഇത് അതെ, പിന്നെ നമ്മുടെ മറ്റേ ഖനികള് അത് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. ഇത് നമുക്ക് അടുത്ത ഇതിന്റെ പ്രൊഡക്ഷനിൽ ഓരോന്നിനും ഫ്രണ്ട് ഇരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. എഗ്, അതുപോലെ തന്നെ നമ്മുടെ മീറ്റ്, പിന്നെ വൂള് 2022-23 സമയത്തുള്ളതാണ്. പിന്നെ മിൽക്ക്. അതായത് നമ്മൾ ചോദ്യം വന്നതാ പിള്ളേരെ. പക്ഷെ നമ്മൾ ഈ പൈസ കൊടുത്ത് നമ്മൾ കുറെ കറണ്ട് അഫയേഴ്സ് ടെക്സ്റ്റ് വാങ്ങുന്നുണ്ട്. ഈ ഏതെങ്കിലും കറണ്ട് അഫയേഴ്സിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ടോ? അതായത് GDP ഉണ്ടായ സംഭാവന അതൊന്നും ഒരു ടെക്സ്റ്റിലും ഞാൻ കണ്ടിട്ടില്ല. ഒരു ടെക്സ്റ്റിലും കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആ രീതിയിലൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് വന്നിരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ അത് നമുക്ക് വർഷാവർഷം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അതൊന്നും ഒരു ഈ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റിലൊന്നും വരാറില്ല. അതൊരു പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് ഇതും കൂടെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. ഇതും പഠിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഓക്കെ, ശരി. അതിപ്പോ ഷെയർ കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് നിലവിലിരുന്നു. അതായത് മുമ്പ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്ത് ചെയ്യുന്ന നിലവിലിരുന്നു. എന്നാൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ വന്നതിന് ശേഷം ഒട്ടുമിക്ക മേഖലകളിലും ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഒഴിവാക്കി. മനസ്സിലായ? അത് നമ്മൾ എല്ലായിടത്തും നമ്മൾ ലൈസൻസ് ഒക്കെ വാങ്ങിയ മാത്രം നമുക്ക് സാധനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അത് സാമ്പത്തിക പരിഷ്കരണം വന്നതിന് ശേഷം. എന്നാൽ പൂർണ്ണമായി ഒഴിവാക്കിയില്ല. ഒട്ടുമിക്ക മേഖലകളിലും ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്ത് ചെയ്ത പിള്ളേരെ ഒഴിവാക്കി. രണ്ടാമത്തത്, ചെറുകിട വ്യവസായത്തിനായി ചില ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വേർതിരിക്കപ്പെട്ടിരുന്നു. അത്തരം ഉൽപാദനങ്ങളിൽ സ്വകാര്യ നിക്ഷേപം അനുവദിച്ചു. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ചെറുകിട വ്യവസായത്തിലൂടെയും ഉൽപാദനം നടത്തിയിരുന്നു. അപ്പൊ അത്തരം ഉൽപാദനങ്ങളിൽ സ്വകാര്യ നിക്ഷേപം എന്ത് ചെയ്തു? അനുവദിച്ചു. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം. അടുത്ത്, വില നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു. നിയന്ത്രണങ്ങൾക്ക് അയവുണ്ടായി. വില നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു. നിയന്ത്രണങ്ങൾക്ക് എന്തുണ്ടായി പിള്ളേരെ? അയവുണ്ടായി. ധനകാര്യ മേഖലയിൽ RBIയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നു. മുമ്പ് RBIയുടെ സമീപനം കൂടുതൽ ഉദാരമായി. മുമ്പ് RBI ശക്തമായി ഇടപെടുമായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? അത് ഉദാരമായി മാറി. ഉയർന്ന നികുതി നിരക്ക് നിലവിലിരുന്നു. നികുതി നിരക്ക് കുറച്ചു. മനസ്സിലായോ? നികുതി നിരക്ക് നേരത്തെ കൂടുതലായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? അത് കുറച്ചു. വിദേശ നാണയ വിനിമയ നിരക്ക് RBI നിശ്ചയിച്ചിരുന്നു. വിദേശ നാണയ വിപണി ഇത് ഏറ്റെടുത്തു. അതായത് വിദേശ നാണയ വിനിമയ നിരക്ക് മുമ്പ് RBI ആണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ വിദേശ നാണയ വിപണിയായി പിന്നീട് അത് ഏറ്റെടുത്തത്. ഓക്കെ, അടുത്ത്, ഉയർന്ന തോതിലുള്ള കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിലവിൽ വരുന്നു. ഈ ചുങ്കം എന്ന് വെച്ചാൽ എന്താ പിള്ളേരെ? ചുങ്കം എന്ന് വെച്ചാൽ എന്താ? ചുങ്കം ടാക്സ്. അതായത് കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഉയർന്ന നികുതി ഉണ്ടായിരുന്നു. ഇറക്കുമതി ചുങ്കം കുറച്ച് കയറ്റുമതി ചുങ്കം മിക്കവാറും നിർത്തലാക്കി. മനസ്സിലായ? അതായത് ഇറക്കുമതിക്കുള്ള നികുതി കുറച്ചു. നികുതി കുറച്ചു. കയറ്റുമതിക്കുള്ള ചുങ്കം എന്ത് ചെയ്തു? അല്ലെങ്കിൽ നികുതി എന്ത് ചെയ്തുള്ളവരെ? അത് മിക്കവാറും നിർത്തലാക്കി. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനുള്ള ടാക്സ് സാമ്പത്തിക പരിഷ്കരണം വരുന്നതിന് മുമ്പ് കൂടുതലായിരുന്നു. പക്ഷെ അത് വന്നതിന് ശേഷം എന്ത് ചെയ്തു? ഇറക്കുമതി ചുങ്കം, അത് ഇറക്കുമതിക്കുള്ള ടാക്സ്, ഇമ്പോർട്ടുള്ള ടാക്സ് എന്ത് ചെയ്തു? അത് കുറച്ചു. അതുപോലെ എക്സ്പോർട്ട് ടാക്സ് മിക്കവാറും എന്ത് ചെയ്തു? നിർത്തലാക്കി. ആണത്. സ്വകാര്യ മേഖലയുടെ സുഗമമായ പ്രവർത്തനങ്ങൾ സാധ്യമായിരുന്നില്ല. സ്വകാര്യ മേഖലയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറി. ഓക്കെ, സ്വകാര്യ മേഖലയുടെ സുഗമമായ പ്രവർത്തനങ്ങളുടെ തടസ്സങ്ങൾ എന്ത് ചെയ്തു? മാറി. അടുത്ത്, ഉൽപ്പന്നങ്ങളും ഉൽപാദന ഘടകങ്ങളും രാജ്യങ്ങൾക്കിടയിൽ സ്വതന്ത്രമായി നീങ്ങുന്നതിന് തടസ്സമുണ്ടായിരുന്നു. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള കൈമാറ്റത്തിന് തടസ്സമുണ്ടായിരുന്നു. അത്തരം തടസ്സങ്ങൾ കുറയുകയും സ്വതന്ത്ര വ്യാപാരം സാധ്യമാവുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിള്ളേരെ. സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു, സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് ശേഷം എങ്ങനെയെന്നുള്ള കാര്യം ഇത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സിമ്പിൾ അല്ലേടാ? അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്തത് എക്കണോമിക്സിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്.